إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليكم رقيبا بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانطات والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. ബഹുമാന്യരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് മരണാനന്തരം അവന്റെ മുൻപിൽ ഒരു വിചാരണ നേരിടേണ്ടി വരുമെന്ന ഗൗരവ ബോധത്തോടും ബോധ്യത്തോടും കൂടി തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഒരു യഥാർത്ഥ വിശ്വാസി അവൻ ജീവിക്കുന്ന സാമൂഹിക അന്തരീക്ഷം ഒരു തീക്കനലിൽ നിൽക്കുന്ന ഒരവസ്ഥ, അത് ദുനിയാവിൻ്റെ അന്തിമമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ അനുഭവിക്കേണ്ടി വരുമെന്നും അവിടെ ഈമാനോടുകൂടി ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളെ മുറുകെ പിടിച്ച് ലജ്ജയുള്ളവരായി ജീവിക്കണമെന്നാണ് കഴിഞ്ഞ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തിയത്. ഇത് പറയുവാനുണ്ടായ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയെന്നാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിച്ച് വരുമ്പോൾ വാർത്താ മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ചർച്ച ചെയ്യുന്ന മറ്റൊരു മേഖലയും അത് സ്ത്രീകളും ഇസ്ലാമുമായി ബന്ധപ്പെട്ട മേഖല. ആണും പെണ്ണും ഒരു ക്ലാസ് റൂമിൽ കുട്ടികളൊന്ന് ഒന്നിച്ചിരുന്നാൽ, ഒരു ആണ് പെണ്ണിനൊന്ന് കൈ കൊടുത്താൽ ഒക്കെ തകർന്നു പോകുന്നതാണോ ഇസ്ലാം എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉന്നയിക്കുന്നത് കാണാം. വീടുകൾക്കകത്ത് അടച്ചിടപ്പെട്ട് അതിനൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോയിക്കോളിൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാമിന്റെ വസ്ത്രധാരണ രീതിയെ അപഹസിക്കുന്ന രൂപങ്ങളാണ്. പറയുന്നത് കേട്ടാ തോന്നും, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്ന കാലഘട്ടം, ഇസ്ലാമുമായി പ്രവാചകൻ വരുന്നതിന് മുൻപ് ആണും പെണ്ണും എല്ലാ മേഖലകളിലും തുല്യമായ അവകാശങ്ങൾ നേടിയെടുത്ത് ജീവിക്കുകയും
ഇസ്ലാമിന്റെ ആവിർഭാവത്തോടുകൂടി, നുബുവത്തിന്റെ റിസാലത്തിന്റെ പ്രചാരണത്തോടുകൂടി സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നവരായി മാറി എന്ന് തോന്നുന്ന രൂപത്തിലാണ് പലപ്പോഴും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്താറുള്ളത്. ഇത് ആടിനെ പട്ടിയാക്കുന്ന സംസ്കാരമാണ്. ഒരിക്കലും കുലബന്ധം പോലുമില്ലാത്ത രീതിയിലുള്ള ഇസ്ലാമിനെതിരെയുള്ള ഒരു ആക്രമണത്തിന്റെ രീതി. ഇവിടെ അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകളോട് ഇസ്ലാം വെച്ചു പുലർത്തിയ സമീപനം എന്താണ്? ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി ആരംഭിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ. അതാണ് 1400 കൊല്ലം മുൻപുണ്ടായിരുന്ന കൃത്യമായ പൾസ് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്ന ആധികാരിക സ്രോതസ് എന്ന് പറയും. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹലിന്റെ 59-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം. വഇദാ ബുശ്ശിറ അഹദുഹും, അവരിൽ ഒരാൾക്ക് സന്തോഷത്തിന്റെ വർത്തമാനം അറിയിക്കപ്പെട്ടാൽ, എന്താ സന്തോഷമുള്ള വർത്തമാനം? ബിൽ ഉൻസാ, എന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുട്ടിയാകുന്നു എന്ന ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം. ഒരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കേണ്ടത്. അല്ലാഹു പ്രയോഗിച്ചത് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കളീം, അവന്റെ മുഖം കറുത്തിരുണ്ട്, അവൻ ദേഷ്യമുള്ളവനായി. അവന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അങ്ങനെ ആയിരുന്നു അന്ന്. 1400 കൊല്ലം മുൻപുള്ള ജാഹിലിയൻ കാലഘട്ടം, ഇരുണ്ട യുഗം, ദ ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച 6-ാം നൂറ്റാണ്ട്. തന്റെ ഭാര്യ തന്റെ നുത്ഫയെ പേറി അവൾ ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ച കുഞ്ഞ് പെൺകുഞ്ഞാണ് എന്ന വാർത്ത കേൾക്കുമ്പോ മുഖം കറുത്തിരുണ്ടു പോകുന്ന ഒരു ജനവിഭാഗമായിരുന്നു അവർ ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ ഇരിക്കുമ്പോഴാണ് ഈ വാർത്ത കേട്ടതെങ്കിൽ ജനങ്ങളിൽ നിന്ന് അവൻ അകന്നു പോകുമായിരുന്നു. ആൾക്കൂട്ടത്തേക്ക് വരൂല, മുഖം കൊടുക്കുമായിരുന്നില്ല. അവന് അറിയിക്കപ്പെട്ട സന്തോഷ വാർത്ത കാരണത്താൽ, അപമാന ഭാരത്താൽ അവൻ തിരിഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ തിരിഞ്ഞു പോകുമ്പോ, ജനങ്ങളിലേക്ക് വരാതിരിക്കുമ്പോൾ അവന്റെ മനസ്സ്, ചിന്തയുടെ ലോകം 2 തലങ്ങളിലാണ് ചിന്തിച്ചിരുന്നത്. ആ കുഞ്ഞിനെ വെച്ച് പുലർത്തി വളർത്തി വലുതാക്കണോ, മണ്ണിലിട്ട് കുഴിച്ചു മൂടണോ? ഈ ചിന്തയാണ് അവൻ വെച്ച് പുലർത്തിയത്. അത്തരമൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ലാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, അലാ സഅമായകുമൂൻ, അവനെടുത്ത തീരുമാനം എത്ര മോശമാണ്. തനിക്ക് ജനിച്ച തന്റെ ചോര പൈതലിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് സ്ത്രീയുടെ ഉദ്ധാരണത്തിന്റെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറങ്ങി സ്ത്രീ സമൂഹത്തെ പരിഷ്കരിച്ചെടുത്തത്. പക്ഷേ പരിഷ്കാരം എന്ന് പറയുന്ന പദത്തിന്, പുരോഗമനം എന്ന് പറയുന്ന പദത്തിന് ആധുനിക ലോകത്ത് ദുർവ്യാഖ്യാനങ്ങൾ നൽകിയപ്പോഴാണ് ഇസ്ലാം പെണ്ണിന് അവകാശങ്ങൾ നൽകാത്ത മതമാണ്, അവളെ വീടിന്റെ അകത്തടങ്ങളിൽ അടച്ചിടപ്പെടുന്ന മതമാണ്, ചാക്കിൽ കെട്ടി പൊതിഞ്ഞു കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്ന മതമാണ്, ഒന്ന് ആണും പെണ്ണും ഒന്ന് കൂടിക്കൊഴഞ്ഞാൽ, ഒന്നിച്ചു ചേർന്നൊന്ന് ഡാൻസ് ചെയ്താൽ, കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്നൊന്ന് പഠിച്ചാൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യം ഉണ്ടായത് ആധുനികമായ പുരോഗമനത്തിന്റെ, ആധുനികമായ ഭാഷയിലാണ്. ആളുകൾ അപമാനിതരായിരുന്ന, മുഖം കറുത്തിരുണ്ടിരുന്ന, പെൺമക്കളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലഘട്ടം. ആയത്ത് അങ്ങനെ വന്നു. ഹദീസിലൂടെ റസൂലുള്ളാഹി വിശദീകരിച്ചു പഠിപ്പിച്ചു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അൻ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, അല്ലാഹു നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു, ഹറമ അലൈക്കും ഉമ്മഹാത്തുൽ മുഅ്മിന ഉഖൂഖുൽ ഉമ്മഹാത്ത്, മാതാക്കളെ ചീത്ത വിളിക്കുക എന്നത് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട്. വമൻ അവഹാത്തിൻ, താൻ ആർക്കെങ്കിലും എന്തെങ്കിലും നൽകേണ്ടതുണ്ടെങ്കിൽ, വസ്തുവകകളാകട്ടെ അവകാശങ്ങളാകട്ടെ, അത് നൽകാതിരിക്കുക എന്ന പ്രവണതയെ ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്നു. വവഅദൽ ബനാത്ത്, പെൺമക്കളെ കുഴിച്ചു മൂടുന്നത് ഹറമഅലൈക്കും, നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന ഇസ്ലാം അവസാനിപ്പിച്ചു. ഇസ്ലാം വകവെച്ച് നൽകി. എന്ത്?
സ്ത്രീ സമൂഹത്തിന് ജനനാവകാശമുണ്ട്. ജനിക്കാനുള്ള, ജീവിക്കാനുള്ള അവകാശത്തെ വകവെച്ച് നൽകിയ മതമാണ് ഇസ്ലാം. സ്വന്തം പെൺമക്കളെ കുഴിച്ചു മൂടിയതിനെ വിശ്വാസവുമായി ബന്ധിപ്പിച്ച് കൊല്ലപ്പെട്ട കുട്ടിയോട് ചോദിക്കപ്പെടും, നീ എന്തിനു വേണ്ടി കൊല്ലപ്പെട്ടുവെന്ന് അവളോട് ചോദിക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് എന്ന ഗൈബിയായ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ അധമമായ സംസ്കാരത്തെ ഇസ്ലാം മുച്ചോടും അതിന്റെ മുരടിൽ നിന്ന് പറിച്ചു കളഞ്ഞത്. പിന്നീട് എന്ത് സംഭവിച്ചു? എന്തൊക്കെയായിരുന്നു അന്ന് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ? ജനിച്ചിരുന്ന ആളുകൾ, വളർന്നിരുന്ന പെൺകുട്ടികൾ, കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടവരിൽ നിന്ന് പെൺമക്കളെ പെറുക്കി കൊണ്ടുപോയി അനാഥശാല നടത്തിയിരുന്ന ആളുകൾ, ചില മാന്യന്മാർ അന്ന് അവിടെ ഉണ്ടായി. വളർന്നിട്ടുണ്ട് പെൺമക്കൾ, അപമാനം തോന്നിയവർ കൊന്നിട്ടുണ്ട്. അത്രം അത് മാനസികമായി ബാധിക്കാത്തവർ വളർത്തിയിട്ടുണ്ട്. സ്ത്രീകൾ വളർന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം അവൾക്ക് നൽകപ്പെട്ടിരുന്നില്ല. ജാഹിലിയ്യത്തിൽ സാമ്പത്തികമായ അവകാശങ്ങൾ അവൾക്ക് തടയപ്പെട്ടിരുന്നു. ഒരു വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് കുട്ടികൾക്കോ സ്ത്രീകൾക്കോ നൽകിയിരുന്നില്ല. കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാർ മാത്രം പങ്കിട്ടെടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. എത്രയും വിവാഹം കഴിച്ചിരുന്ന ആളുകൾ, ആ വ്യക്തി മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യമാര്, ഇസ്ലാമിന് മുമ്പ് ഇസ്ലാം വന്നിട്ടുണ്ടാക്കിയതല്ല, അദ്ദേഹത്തിന്റെ ഭാര്യമാര്, അദ്ദേഹത്തിന്റെ മക്കൾ, സ്വന്തം ഉമ്മയല്ലാത്ത ഉപ്പയുടെ ഭാര്യമാര് അനന്തര സ്വത്ത് ഓഹരി വെച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഓഹരി വെച്ചെടുത്തിരുന്നു. ഇസ്ലാം ഹറാമാക്കി. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 22, 23 വചനങ്ങളിലൂടെ എന്ന് തുടങ്ങി ഒരു വിഭാഗം സ്ത്രീകളെ എണ്ണി പറഞ്ഞു. നിങ്ങൾ നിക്കാഹ് കഴിക്കാൻ പാടില്ലാത്ത സ്ത്രീകൾ. അതിൽ ആരുണ്ട്? അതിൽ നിങ്ങളുടെ പിതാക്കന്മാർ വിവാഹം കഴിച്ച സ്ത്രീകൾ. ഉമ്മയുടെ സ്ഥാനം ഉമ്മഹാത്തുക്കും എന്നാ പറഞ്ഞത് ഖുർആൻ. ഉമ്മ എന്നല്ല, ബഹുവചന പ്രയോഗമാണ്. ആരാതിൽ പെടുക? സ്വന്തം ഉമ്മ പെടും, ഉമ്മ നിക്കാഹിക്കാൻ പാടില്ല. ഉമ്മാന്റെ ഉമ്മ പെടും, വാപ്പയുടെ ഉമ്മ പെടും, ഭാര്യയുടെ ഉമ്മ പെടും, തന്റെ പിതാവിന്റെ മറ്റു ഭാര്യമാർ ഒക്കെ ഉമ്മഹാത്ത് എന്ന് പറയുന്ന വിശാലമായ പരിധിയിലേക്ക് ഇസ്ലാം അവിടെ നിലനിന്നിരുന്ന അവകാശ ധ്വംസനങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധമായിരുന്നു ശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ ഇസ്ലാം ആ മേഖലയിൽ കൈവരിച്ചത്. അവിടെ നിന്ന് ഇസ്ലാം സ്ത്രീക്ക് സ്വത്തവകാശം നൽകുന്ന ഒരു അവസ്ഥയുണ്ടായി. ഖുർആനിലൂടെ ഖുർആനിന്റെ നസ്സായ ആയത്തിറങ്ങിക്കൊണ്ട് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിയുടെ കൂടെ യുദ്ധം ചെയ്ത് ഷഹീദായി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ സമ്പത്ത് അന്ന് നിലനിന്നിരുന്ന ജാഹിലിയ്യ സംസ്കാരം അനുസരിച്ചുകൊണ്ട് സഅദ് ബിൻ റബീഅയുടെ സഹോദരന്മാർ എടുത്തു പോയപ്പോ പരാതിയുമായി തന്റെ 2 പെൺമക്കളുമായി കൊണ്ട് റസൂലിന്റെ അടുക്കിലേക്ക് പരാതി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നൊരു നിയമം ഉണ്ടായിരുന്നില്ല ഇസ്ലാമിൽ അനന്തര സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ 11, 12, 176 3 ആയത്തുകൾ ഇറങ്ങി. ആയത്തുൽ മീറാസ്, അനന്തരാവകാശ നിയമങ്ങളുടെ വചനങ്ങൾ എന്നറിയപ്പെടുന്ന ആയത്തുകൾ. ആയത്തിലൂടെ ഒരു വ്യക്തി മരിച്ചാൽ ഉപ്പക്ക് അവകാശമുണ്ടെന്ന്, ഉമ്മക്ക് അവകാശമുണ്ടെന്ന്, വല്യുമ്മമാർക്ക് വാപ്പയുടെ വാപ്പക്കും ഉമ്മയുടെ ഉമ്മക്കും അവകാശമുണ്ടെന്ന്, മകനും മകൾക്കും പേരക്കുട്ടികൾക്കും, പേരക്കുട്ടി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവകാശമുണ്ടെന്ന്, സഹോദരന്മാർ, സഹോദരിമാർ, സഹോദരന്മാരുടെ മക്കൾ, പിതൃവ്യ സഹോദരന്മാർ, പിതാവിന്റെ സഹോദരന്മാർ. ഒരു വ്യക്തി മരിക്കുമ്പോ സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ആ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് വരെ ഇസ്ലാം അനന്തരാവകാശം നിശ്ചയിച്ചു. ഇസ്ലാമാണ് സ്ത്രീകളുടെ അർഹതപ്പെട്ട അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നത്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ വിവാഹ സമ്പ്രദായം ഉണ്ടായിരുന്നു. എങ്ങനെ വിവാഹം നടന്നില്ല? ഇന്ന് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന പോലത്തെ കല്യാണം ഒന്നും ഉണ്ടായിരുന്നു. വാപ്പ ഏൽപ്പിച്ചു കൊടുക്കും, വലിയ ഏൽപ്പിച്ചു കൊടുക്കും, വരനേറ്റെടുക്കും. ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് 10 ആളുകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ ഗർഭം ധരിച്ചാൽ ഏതെങ്കിലും ഒരുത്തനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്വന്തം ഭാര്യ തന്റെ കൂടെ കഴിയുന്ന സന്ദർഭത്തിൽ അവൾ ഋതുമതിയായി ആർത്തവകാരിയായി ശുദ്ധീകരിച്ചാൽ പിന്നെ അവളെ സ്പർശിക്കാതെ മറ്റൊരുത്തന് ഒരു രേഖയുമില്ലാതെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടും അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആർക്കും വരാം എന്നതിന് തെളിവായിക്കൊണ്ട് വീടിന്റെ ഉമ്മറങ്ങളിൽ കൊടികൾ സ്ഥാപിച്ച് ആളുകളെ സ്വീകരിക്കുകയും എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും കൂട്ടത്തിൽ ഒരുത്തനെ മാത്രം തന്റെ ഭർത്താവായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന സംസ്കാരമുണ്ടായിരുന്നു. ഇസ്ലാം വൃത്തികേടുകൾക്ക് പരിധി വെച്ചു. അവിടെയും ഇവിടെയും നിരവധി മേഖലകളിൽ തർക്കിച്ചു തൊപ്പിയിരുന്നതിൽ നിന്ന്
കൃത്യമായ ഒരു ലിമിറ്റേഷൻ വെച്ചു, പെണ്ണെട്ടിക്കോളിൻ, പക്ഷെ അത് 4 പരിമിതപ്പെടുത്തുന്നു. ഇവിടെ മഹർ ഉണ്ടായിരിക്കണം, വലിയിൽ നിന്ന് ഏറ്റെടുക്കണം. ഒരു പെണ്ണ് ഞാൻ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ നിക്കാഹാവുകയില്ല. ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോന്നാൽ, വാപ്പയെയും ഉമ്മയെയും ഉപേക്ഷിച്ചു പോന്നാൽ അത് ഇസ്ലാമിലെ സഹീഹായ നിക്കാഹ് ശാരീരിക ബന്ധമായി തീരുകയില്ല, അത് വ്യഭിചാരമായി തീരുന്നു. നിയമങ്ങളെ കൊണ്ടുവന്ന് കുത്തഴിഞ്ഞ ലൈംഗിക സംസ്കാരത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മൊത്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഇസ്ലാം ചെയ്തത്. അതിനുവേണ്ടി ഇസ്ലാം കൊണ്ടുവന്ന നിയമങ്ങൾ എന്തൊക്കെയായിരുന്നു? ആണും പെണ്ണും, ആ ആണിനെയും പെണ്ണിനെയും തുല്യമായി പരിഗണിക്കുന്ന തത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു. ഒന്നാമത്തെ തത്വം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. മനുഷ്യരെ, എല്ലാരും കൂട്ടിയൊരൊറ്റ വിളിയാ, നിങ്ങളെ സൃഷ്ടിച്ചത് ആണെന്നാണ്, പെണ്ണെന്ന്. ആണെന്ന് മാത്രമല്ല, പുരുഷനിൽ നിന്ന് മാത്രമല്ല, സൃഷ്ടിച്ചത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകുന്നു. അഥവാ ആ മേഖലയിൽ 2 കൂട്ടരും തുല്യമാണ് എന്ന ബോധം. പിന്നെ നിങ്ങൾ ചില വേർപിരിയലുകൾ, ചില വ്യത്യാസങ്ങളൊക്കെ ആൾക്കാരെ കണ്ടാലുണ്ട്. എന്തിനാ? കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടി. കണ്ടാലൊന്നിങ്ങനെ തിരിച്ചറിയണം, അതിനു വേണ്ടിയുള്ള അടയാളങ്ങൾ ഏർപ്പെടുത്തി. നിങ്ങളിൽ വെച്ച് ഏറ്റവും മാന്യൻ, ഉത്തമൻ, ഇൻദല്ലാഹി അത്ഖാകും, അള്ളാന്റെ അടുക്കൽ തഖ്വ ആർക്കാണോ ഉള്ളത്, റബ്ബിനാർക്കാണോ ഭയപ്പെട്ട് ജീവിക്കുന്നത്, അവൻ ഏറ്റവും പരിഗണനീയനാണ്. അവനാണ് അക്രമക്കും, റബ്ബിന്റെ അടുക്കൽ ആദരണീയനായിട്ടുള്ളവൻ എന്ന തത്വമാണ് പഠിപ്പിച്ചത്. എല്ലാവരും ഒരുപോലെയാണ്. പിന്നെ ആത്മീയമായ മേഖലക്കാണ് ഇസ്ലാമിന്റെ മുൻഗണന ഭൗതികതയേക്കാൾ. ആ ആത്മീയമായ മേഖലകളിൽ ആണാവട്ടെ പെണ്ണാവട്ടെ ഒരു കർമ്മം ചെയ്താൽ തുല്യമായ പ്രതിഫലമാണ് എന്ന തത്വം പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ 4 അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ചു പഠിപ്പിച്ച തത്വമാണ് മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ. ആണാവട്ടെ പെണ്ണാവട്ടെ, അമില സ്വാലിഹൻ, ഒരു സ്വാലിഹായിട്ടുള്ള ഒരു കർമ്മം ഒരാൾ ചെയ്താൽ വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനായിരിക്കണം. മുഅ്മിനായിക്കൊണ്ട് ആണും പെണ്ണും ഒരു കർമ്മം ചെയ്താൽ വലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, ഒരു ത്വയ്യിബത്തായിട്ടുള്ള ഹയാത്ത്, ഒരു നല്ല ജീവിതം അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് അതിനുള്ള പ്രതിഫലം ഏറ്റവും ഉത്തമമായ നിലക്ക് റബ്ബ് നൽകുകയും ചെയ്യും. നിസ്കരിച്ചാല്, ളുഹർ നിസ്കരിച്ചാല്, 4 റക്അത്ത് നിസ്കരിച്ചാൽ ആണിനൊരു കൂലി പെണ്ണിനൊരു കൂലി അല്ല. തുല്യമായ ആത്മീയതയുടെ മേഖലയിൽ തുല്യമായ അവകാശമാണ് ഇസ്ലാം വകവെച്ച് നൽകിയിട്ടുള്ളത്. ഒന്നങ്ങോട്ട് പരത്തി പറഞ്ഞു ഖുർആൻ. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ ഖാനിതീന വൽ ഖാനിതാത്ത് വസ്സാദിഖീന വസ്സാദിഖാത്ത്. മുസ്ലിമായ ആണും പെണ്ണും, മുഅ്മിനായ ആണും പെണ്ണും, കീഴൊതുക്കമുള്ള തഖ്വയുള്ള അടക്കവും ഒതുക്കമുള്ള ആണും പെണ്ണും, സത്യസന്ധന്മാരായ ആണും പെണ്ണും, വസ്സാബിരീന വസ്സാബിറാത്ത് വൽ ഖാശിഈന വൽ ഖാശിആത്ത്, ക്ഷമ കൈക്കൊള്ളുന്ന ആണും പെണ്ണും, ഖുശൂഉള്ള ഭക്തിയുള്ള ആണും പെണ്ണും, വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്ത്, ദാനധർമ്മം നിർവഹിക്കുന്ന ആണും പെണ്ണും, വസ്സായിമീന വസ്സായിമാത്ത്, നോമ്പെടുക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്ത്, തന്റെ ലൈംഗിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന ആണായിരുന്നാലും ശരി പെണ്ണായിരുന്നാലും ശരി, വദാകിരീന അല്ലാഹ കസീറൻ വദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്, മഹത്തായ പ്രതിഫലമുണ്ട്. ആരുടെയും ഒരു കുറവും ആത്മീയമായ മേഖലയിൽ പെണ്ണ് ആണിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന മതമല്ല ഇസ്ലാം. തുല്യമായ അവകാശമാണ് അവൾക്ക് നൽകിയിട്ടുള്ളത്. അനന്തരസത്തിന്റെ വിഷയമോ? വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 7-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് അവകാശം നൽകാത്ത കാലഘട്ടത്തിൽ ഇറക്കിയ വചനമാണ്. ലിർരിജാലി നസീബുൻ മിമ്മ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ വലിന്നിസാഇ നസീബുൻ മിമ്മ തറക്കൽ വാലിദാനി വൽ അഖറബൂൻ. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾ വിട്ടേച്ചു പോയ സമ്പത്തിൽ നിന്ന് ലിർരിജാലി നസീബുൻ, പുരുഷനൊരു വിഹിതമുണ്ട്, വലിന്നിസാഇ നസീബുൻ, സ്ത്രീക്കും ഒരു വിഹിതമുണ്ട്. ആയത്ത് അല്ലാഹു അവിടെ നിർത്തിയിട്ടില്ല. മിമ്മ ഖല്ല മിൻഹു ഔ കസുർ, അത് ഒരുപാടുണ്ടെങ്കിലും അത് വളരെ കുറച്ചാണ്. അളവ് എത്ര കുറഞ്ഞാലും ശരി പെണ്ണിനൊരു വിഹിതമുണ്ട്.
10 വിഭാഗം പെണ്ണുങ്ങളെ അള്ളാഹ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യ, ഉമ്മ, വല്യമ്മ, മകൾ, പേരക്കുട്ടി, സഹോദരി ഉൾപ്പെടെയുള്ള 10 കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകൾക്ക് അനന്തരാവകാശം വകവെച്ച് നൽകി ഇസ്ലാമിന്റെ ആ സ്ത്രീ ശാക്തീകരണത്തിന്റെ, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളായിരുന്നു. വളരെ മാന്യമായി അവരോട് പെരുമാറണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒരു ഭാര്യയുടെ റോളിലേക്ക് വരുമ്പോൾ അവളോട് മഅറൂഫോടുകൂടി പെരുമാറണമെന്ന് പഠിപ്പിച്ചു. സുഹബത്തെടുക്കാൻ ഏറ്റവും ബാധ്യത കടപ്പാടുള്ളത് ഉമ്മുക്ക നിന്റെ ഉമ്മയോടാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. വാപ്പയാണ് കുടുംബത്തിന് വേണ്ടി തിന്നാൻ വേണ്ടി അധ്വാനിക്കുന്നത്. ആ ന്യായം പറഞ്ഞിട്ടായിരുന്നു അനന്തര സ്വത്ത് ആണുങ്ങൾ പണ്ട് ജാഹിലിയത്തിൽ തടഞ്ഞിരുന്നത്. ഗോത്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധത്തിന് പോകുന്നവർ പുരുഷന്മാരാ, അതുകൊണ്ട് സ്ത്രീകൾ അനന്തര സ്വത്തിന് അർഹരല്ല എന്ന് പറഞ്ഞിരുന്നു. കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പുരുഷനെ, ഉപ്പയെ 4ാമത്തെ സ്ഥാനത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയത്. പ്രവാചകന്റെ അന്തിമ സംസാരം ഹജ്ജത്തുൽ വദാ, ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദതുമൂഹുന്ന ബിഅമാനില്ലാഹി വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹി വലകും അലൈഹിന്ന അല്ലാ യൂതിഅന ഫുറുശകും അഹദൻ തക്റഹൂഹുന്ന. സ്ത്രീകളുടെ വിഷയത്തിൽ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ഒരു കരാറിന്റെ, ഒരു വലിയ ഉടമ്പടിയുടെ ശക്തമായ കരാർ എന്ന് ഖുർആൻ പഠിപ്പിച്ച നിയമമുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് നിങ്ങളുടെ കീഴിലേക്ക് സ്ത്രീകൾ. അവരങ്ങ് വന്നു എന്നുള്ളത് കൊണ്ട് അവർ അടിച്ചമർത്തപ്പെടേണ്ടവരല്ല. അവർ നിങ്ങളുടെ അടിമകളെ പോലെ ജീവിക്കേണ്ടവരല്ല. അവരുടെ മാതാവിന്റെയും പിതാവിന്റെയും അടുക്കൽ അവർ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യം, അവർ അവിടെ നേടിയിരുന്ന അവകാശങ്ങൾ, ആ അവകാശങ്ങളൊന്നും നിങ്ങളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നടത്തേണ്ട ചില ബാധ്യതകളുണ്ട്, അവകാശങ്ങളുണ്ട്. പുരുഷന്റെ അവന്റെ കിടപ്പറയിലേക്ക് മറ്റൊരാൾ പ്രവേശിച്ചുകൂടാ. അവളെ മാന്യമായി അങ്ങോട്ട് ഭക്ഷണവും വസ്ത്രവും നൽകേണ്ടതുണ്ട്. എന്നിത്യാദി നിയമങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു, മഹത്വം പഠിപ്പിച്ചു, മഹത്വവൽക്കരിച്ചു. സ്ത്രീകളുടെ വളർത്തലിന്, അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രത്യേകമായ നിയമങ്ങൾ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ യൂസീകും, അല്ലാഹു നിങ്ങളോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ബി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വിഷയത്തിൽ. സുമ്മ യൂസീകും ബി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ വിഷയത്തിൽ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. സുമ്മ യൂസീകും ബി ആബായികും, പിന്നീട് ഉപ്പമാരുടെ വിഷയങ്ങളിൽ നിങ്ങളോട് റബ്ബ് കൽപ്പിക്കുന്നു. അള്ളാഹു ബാധ്യതകൾ നിർവഹിക്കാൻ കൽപ്പിച്ചിടത്ത് ആദ്യം എണ്ണി പറഞ്ഞത് സ്ത്രീ സമൂഹത്തെയാണ് എന്നുള്ളതാണ്. മാത്രവുമല്ല, പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ആളുകൾക്ക് ബേജാറായിരുന്നു. ആ ബേജാറിനെ ഇസ്ലാം നീക്കിക്കളഞ്ഞു. ആ ഭയപ്പാടിനെ മാതാപിതാക്കളുടെ മനസ്സുകളിൽ നിന്ന് പോക്കാൻ എന്തൊക്കെ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചതെന്ന് അറിയാമോ? അൻ സഈദ് ബിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യകൂനു ലിഅഹദികും സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. 3 പെൺമക്കളെ ഒരാൾ വളർത്തിയാൽ ഉണ്ടായി, മാന്യമായി വളർത്തി. 3 സഹോദരിമാരുണ്ടായി, അവരെ വളർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ ദഖലൽ ജന്ന, അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കും. ആൺകുട്ടികളുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടില്ല, സഹോദരന്മാരുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ പെണ്ണിനെ എടുത്തു പറഞ്ഞത്? അവളെ എന്തുകൊണ്ട് മഹത്വവൽക്കരിക്കപ്പെട്ടു? കാലഘട്ടം അങ്ങനെയായിരുന്നു. കാലഘട്ടത്തിന്റെ ചരിത്രം അറിയാത്ത, ചരിത്രത്തിന്റെ ബാലപാഠങ്ങൾ അറിയാത്ത ആളുകൾ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ കുതിര കയറാൻ വേണ്ടി വരുമ്പോൾ ഇസ്ലാമിന്റെ ഇത്തരം വിഷയങ്ങളിലെ നിജസ്ഥിതി സമൂഹത്തിന്റെ മുൻപിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട, വിശദീകരിച്ചു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മിലുണ്ട് എന്ന തിരിച്ചറിവ് നമ്മിലുണ്ടായിരിക്കണം. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, മൻ കാനത ലഹു ഉൻസാ ഫലം യഅ്ദിഹാ വലം യുഹിനിഹാ വലം യുഅ്സിർ വലദഹു അലൈഹാ അദ്ഖലഹു അല്ലാഹുൽ ജന്ന. ഒരാൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി, ഒരു പെൺകുഞ്ഞ് ജനിച്ചു. എന്നിട്ട് അതിനെ ജീവനോടെ കുഴിച്ചു മൂടാതിരുന്നു, അവളെ അപമാനിക്കാതിരുന്നു, അവളേക്കാൾ കൂടെ ജനിച്ച ആൺകുഞ്ഞിന് മുൻഗണന നൽകാതിരുന്നു. ആൺകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്. ആ പെണ്ണിനെ കുഴിച്ചു മൂടിയില്ല. പെണ്ണായതിന്റെ പേരിൽ അപഹാസത്തിന്റെ വാക്കുകളോ മാനസികമായോ ശാരീരികമായോ പീഡനങ്ങൾ ഏൽപ്പിച്ചില്ല.
കൂടെയുള്ള ആൺകുട്ടിക്ക് ഇവളേക്കാൾ ഒരു പരിഗണനയും നൽകാതിരുന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വിശ്വാസത്തെ ബന്ധിപ്പിച്ചു. 100 രൂപ തരാ, 200 രൂപ, 500 രൂപ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും എമൗണ്ട് കൂടിയ കിട്ടിയാൽ ആ തത്വം ക്യാൻസൽ ആവും. പക്ഷേ വരാനിരിക്കുന്ന മരണാനന്തര ജീവിതത്തെ ബോധ്യപ്പെടുത്തി ആ ജീവിതത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് സ്ത്രീ സമൂഹത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുകയും അവരെ വളർത്താൻ ആവശ്യമായ നടപടിക്രമങ്ങളുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം ഈ വിഷയത്തിൽ ചെയ്തത്. റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, അൻഉഖബത്ത് ബിൻ ആമിർ قال سمعت رسول الله صلى الله عليه وسلم يقول من كان له 3 بنات, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ട്, ഫസ്വബറ അലൈഹിന്ന, അവരുടെ വിഷയത്തിൽ അവൻ ക്ഷമിച്ചു. നല്ല ക്ഷമിക്കേണ്ടി വരും. പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ബേജാറുണ്ടാവും. അന്നും ആൾക്കാർക്ക് ബേജാറുണ്ടായിരുന്നു, ഇന്നും ആളുകൾക്ക് ബേജാറ്. ക്ഷമ അവലംബിക്കുകയും അവരെ തീറ്റുകയും അവരെ കുടിപ്പിക്കുകയും അവരെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്തു. മിൻ ജിദതിഹി, ഇവന്റെ സമ്പാദ്യത്തിൽ നിന്ന്, പെണ്ണിന്റെ വാപ്പാന്റെ സമ്പാദ്യത്തിൽ നിന്നല്ല, സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സ്വന്തം പെൺമക്കളെ 3 പേരുണ്ടായി തിന്നാൻ കൊടുത്ത് കുടിക്കാൻ കൊടുത്ത് അവർക്ക് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ കുന്നലഹു ഹിജാബും മിന്നാർ യൗമൽ ഖിയാമ, യൗമുൽ ഖിയാമയിൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു മറയിടപ്പെടും. അല്ലാഹ് നരകത്തിലേക്ക് പോകാൻ അവനെ അനുവദിക്കൂല, അവന് സ്വർഗപ്രവേശനം ഉണ്ടായിരിക്കുമെന്ന് നിരവധി ഹദീസുകളിലൂടെ മകളാകുന്ന സ്ഥാനം, ഭാര്യയാകുന്ന സ്ഥാനം, ഉമ്മയാകുന്ന സ്ഥാനം, ഏത് തലങ്ങളിലൂടെ സ്ത്രീ സമൂഹം കടന്നു പോകുമ്പോഴും ആ മേഖലകളിലെല്ലാം അവൾക്കാവശ്യമായ അവളുടെ അവകാശങ്ങൾ വകവെച്ച് നൽകണം എന്ന് വളരെ കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ച, പ്രയോഗവൽക്കരിച്ച വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആവശ്യമായ വിപ്ലവകരമായ നടപടികൾ എടുത്തു തീർത്തൊരു മതമാണ് ഇസ്ലാം. ഈ ഇസ്ലാമിക നിയമങ്ങളെയാണ് സമൂഹത്തിലിട്ട് പിച്ചിച്ചീന്തുകയും അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനനാവകാശം നൽകി, വളരാൻ അവകാശം നൽകി, സാമ്പത്തികമായ അവകാശം നൽകി, അവരുടെ ശാരീരിക അവകാശങ്ങൾ. ഒരു സ്ത്രീ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ കടപ്പറയിലേക്ക് വന്നാൽ അവന്റെ ആവശ്യം കഴിഞ്ഞാൽ അവളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവളുടെ പിൻഭാഗത്തു കൂടി അവളെ ശാരീരികമായി ബന്ധപ്പെടാൻ പാടില്ലെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ലോകത്ത് ഒരു ഐഡിയോളജിയിലും ലോകത്ത് ഒരു തത്വശാസ്ത്രങ്ങളും അവളുടെ ശാരീരികമായ അവകാശങ്ങളെ സംരക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ, പ്രസ്താവനകൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വിശാലമാണ് ആ മേഖല. സമയത്തിൻ്റെതായ പരിമിതിയുണ്ട്. എനിക്കെന്റെ സഹോദരിമാരോട് പറയുവാനുള്ളത് അവകാശബോധത്തോടുകൂടി, ഇസ്സത്തോടുകൂടി, ഇസ്ലാം വകവെച്ച് നൽകിയ അവകാശങ്ങൾക്ക് വേണ്ടി അതിനുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട്, അവകാശ ധ്വംസനങ്ങൾ നടത്താതിരിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ട്, അതോടൊപ്പം താൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പഠിക്കുക. ഒരു പ്രകൃതി നിയമ, ഉത്തരവാദിത്തമുള്ളടത്ത് അവകാശമുണ്ട്, അവകാശമുള്ളടത്ത് ഉത്തരവാദിത്തം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നല്ല സാലറി ഉണ്ട്, ഡൽഹിയിൽ താമസിക്കാൻ വീടുണ്ട്, 100ഓളം വരുന്ന സ്റ്റാഫ് ഉണ്ട്. എന്തിനാണ് ഈ അവകാശമൊക്കെ കൊടുത്തത്? ഒരുപാട് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും സുരക്ഷിതത്വത്തിന്റെ ഉത്തരവാദിത്തം വെറുതെ കൊടുക്കുന്നതല്ല. എവിടെ ഉത്തരവാദിത്തം കൂടുന്നോ അവിടെ അവകാശം കൂടും. എവിടെ അവകാശങ്ങൾ കൂടുതലുണ്ടോ അവിടെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലുണ്ടായി. അതാണ് അനന്തരാവകാശ നിയമത്തിൽ ചില കേസുകളിൽ ചിലപ്പോ പുരുഷന് ചില സന്ദർഭങ്ങളിൽ കുറച്ച് അളവ് കൂട്ടിക്കൊടുക്കും. എന്തിനാ കൂട്ടിക്കൊടുക്കുന്നത്? അവന് വലിയ ഉത്തരവാദിത്തം അപ്പുറത്തുണ്ട് എന്നുള്ളത്. പുരുഷന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഇസ്ലാം ഏൽപ്പിച്ചു എന്നതുകൊണ്ട് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അയക്കേണ്ട ചുമതല വലിയ മരിച്ചു. വിവാഹം കഴിച്ച് പോയ സ്ത്രീ ത്വലാഖ് ചെയ്യപ്പെട്ടു. അവൾ തിരിച്ചു വന്നാൽ എവിടേക്കാ വരേണ്ടത്? അവൾ അവളുടെ വാപ്പ കുടുംബത്തിലേക്ക് വരണം. ആര് സംരക്ഷിക്കണം? വാപ്പയുടെ സഹോദരന്മാരുടെ ബാധ്യതയാണ്. അള്ളാഹു അനന്തര സ്വത്ത് ഓരിവെക്കുമ്പോൾ വാപ്പാന്റെ സഹോദരന്മാർക്ക് ഒരു ഓഹരി നിശ്ചയിച്ചു. എന്തിനാ? ഉത്തരവാദിത്തമുള്ളതുകൊണ്ടാ. അവിടെ വാപ്പുണ്ടെങ്കിൽ സഹോദരന്മാർക്ക് അവകാശമല്ല. എന്തേ കാരണം? ഉത്തരവാദിത്തം വാപ്പാക്കാണ്. വാപ്പല്ലെങ്കിൽ അവകാശം സഹോദരന്മാർക്ക് പോകും. എന്തുകൊണ്ട്? ഈ പെൺകുട്ടിയെ സംരക്ഷിക്കണം. ആ പെൺകുട്ടി വരുന്നത് 4 കുട്ടികളുമായിട്ടാണെങ്കിൽ അവിടെയും ആ 4 കുട്ടികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഈ ബ്രദേഴ്സിന്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആകത്തുക, ഈ മേഖലയിലുള്ള ഒരു ആകത്തുക വളരെ കൃത്യമായി പഠിക്കുകയും സ്ത്രീ സമൂഹം അവകാശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ അവകാശങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സന്ദർഭം ഉണ്ടാവണം. പുരുഷന്മാരോട് പറയാനുള്ളത്,
ഓരോരുത്തരുടെയും അവകാശങ്ങളെ വകവെച്ച് നൽകണം. ആൺകുട്ടിയായിരുന്നാലും ശരി, പെൺകുട്ടിയായിരുന്നാലും ശരി, ഭാര്യയായിരുന്നാലും ശരി, ഉമ്മയും വാപ്പയുമായിരുന്നാലും ശരി, തന്റെ കൂടെ തന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും മതം അനുവദിച്ചു നൽകിയ അവകാശങ്ങൾ എവിടെയുണ്ടോ ആ അവകാശങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം അവർക്കുള്ള അവകാശം അവർ സ്വീകരിക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പരസ്പരം ചുമതലപ്പെടുത്തപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, വകവെച്ചു കൊടുത്തുകൊണ്ട്, വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു കുടുംബ സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? ഖിയാമത്ത് നാൾ വരെ ഈ മനുഷ്യ ചെയിന്, ആ ശൃംഖല അങ്ങനെ നിലനിൽക്കുന്നതിന് വേണ്ടി. അള്ളാന്റെ അടുത്ത് ആരാ ജയിക്കുക? അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ പോണ കൂട്ടത്തില് ആരാണോ തഖ്വയുള്ളത് അവന് റബ്ബിന്റെ അടുക്കൽ വിജയിക്കുന്ന അവസ്ഥയുണ്ടാവും. ദുനിയാവിൽ സമാധാനപരമായ ഒരു കുടുംബാന്തരീക്ഷം നിലനിൽക്കുന്നതിന് ആവശ്യമായ നിയമ സംവിധാനങ്ങളാണ് ഇസ്ലാമിനകത്തുള്ളത്. അത് മറ്റൊരു മേഖലയിലും ഇല്ലാത്തതാണ്. ചിലതൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഒന്ന് ഞെട്ടി ഒന്നിങ്ങനെ ചുളിഞ്ഞു പോകും. ഇതൊക്കെ ഇങ്ങനെ കാലഘട്ടത്തിന് യോജിച്ചതാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് യോജിച്ച മറ്റൊന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്, അവകാശങ്ങൾ വകവെച്ച് നൽകിക്കൊണ്ട്, ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സദ്വൃത്തരിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബനാ വയർളാ والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, അല്ലാഹുവെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും, ഇസ്ലാമിലെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു മോശമായി, പുരോഗമന കാലഘട്ടത്തിന് യോജിക്കാത്തതായിട്ടൊക്കെ തോന്നിപ്പോ. നമ്മൾ അതിന്റെ അടിസ്ഥാനപരമായി നമ്മൾ അത് എന്ത് കാരണം കൊണ്ട് അത് നിശ്ചയിക്കപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആണും പെണ്ണും ഒന്നിച്ച് ഒരു ഡാൻസ് കളിക്കുക ഇസ്ലാം എതിർക്കുന്നു. സ്ത്രീ അവളുടെ സമ്പൂർണമായ ശരീരം മറയുന്ന ഹിജാബ് സ്വീകരിച്ചിരിക്കണം. എന്തുകൊണ്ട്? ഖുർആൻ ഒരു കാരണം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് സാധനമാണ് സാധാരണ ആളുകൾ മറക്കല്? ടൗണിൽ ജീവിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഗ്രാമങ്ങളിലൊക്കെ ജീവിക്കും, കൃഷി ചെയ്യുന്ന ആളുകൾ തന്റെ കായ്ഫലങ്ങൾ മറച്ചു വെക്കും. വാഴന്റെ കൊല ഉണ്ടായാലും അതിന്റെ ഉണങ്ങിയ ചപ്പലെടുത്തിട്ട് അതിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് മറച്ചു, അത് കിളി കൊത്താതിരിക്കണം. അർഹതപ്പെട്ട ആളുകൾ മാത്രം ഉപയോഗിക്കാനും അർഹതയില്ലാത്ത ആളുകൾ അതിൽ നിന്ന് സ്വീകരിക്കാതിരിക്കാനും മനുഷ്യൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്. സ്ത്രീ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ സ്ത്രീ രത്നമാണ്. രത്നം എന്ന് പറഞ്ഞാൽ ഗോൾഡിനേക്കാൾ വാല്യബിൾ ആണ്, വാല്യൂ ഉള്ള, വിലപിടിപ്പുള്ള ഒരു വസ്തു. അതാരും പ്രദർശിപ്പിച്ച് നടക്കാറില്ല. കാലിലിടുന്ന 100 റുപ്യന്റെ ചെരുപ്പ് ഞങ്ങൾക്ക് പച്ചക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. അതിങ്ങനെ ടാർപോളി മിരിച്ച് റോഡിന്റെ സൈഡിലിട്ടിട്ട് എന്ത് ചെയ്യും? വിൽക്കും. അത് വൈകുന്നേരത്തെ ചിലപ്പോൾ ആ ടാർപോളി അപ്പുറത്തുനിന്ന് മൂടി ഇപ്പുറത്തുനിന്ന് മൂടി എന്തെങ്കിലും വെയിറ്റ് വെച്ച് ആൾ പോവുകയും ചെയ്യും. ആരെങ്കിലും ഇനിയിപ്പോൾ ഒന്ന് എടുത്തുണ്ടായ 100 റുപ്യ പോയാൽ പോയിക്കോട്ടെ. പക്ഷെ വസ്ത്രം 1000 റുപ്യ 1500 റുപ്യ വിലയുള്ള ഡ്രസ്സ് വിൽക്കൽ ആരും റോഡിലെ ടാർപോളിട്ട് കൂട്ടിയിട്ടല്ല. അത് ചില്ലിന്റെ ഗ്ലാസ് ഇട്ടിട്ട് ഷെൽഫിലൊക്കെ വെച്ച് വൃത്തിയാക്കി മടക്കി വെച്ച് AC ഒക്കെ അറ്റാച്ച് ചെയ്ത ഹാളിനുള്ളിൽ. അങ്ങനെയല്ല സ്വർണം വിൽക്കല്. രാത്രി ടെക്സ്റ്റൈൽസിന് റാക്കിൽ നിൽക്കുന്ന സാധനം ആരും എടുത്ത് സൂക്ഷിക്കലില്ല. മറ്റോ റോട്ടിലിട്ട് പോകും. ഇത് ഗ്ലാസിന്റെ ഉള്ളിൽ വെക്കും. പക്ഷെ ജ്വല്ലറിയില് ആ സാധനം ലോക്കറിന്റെ ഉള്ളിൽ വെച്ച് പൂട്ടിയിട്ട് ആണ് ഓൻ പോവുക. എന്താ? ദാറ്റ്സ് പ്രീഷ്യസ്. അത് വിലപിടിപ്പുള്ളതാണ്, അത് മൂല്യമേറിയതാണ്. 50 പൈസയുടെ കവറിലിട്ടിട്ട് ആ റോട്ടിൽ നിന്ന് സാധനം വാങ്ങിയ കയ്യിൽ തരിക. ടെക്സ്റ്റൈൽസിന് സാധനം വാങ്ങിക്കഴിഞ്ഞാല് കുറച്ച് വില കൂടിയ സാധനം ഒരു 100-150 റുപ്യൊക്കെ വിലയുള്ള ഒരു ഷോപ്പറിലിട്ട് തരിക. ജ്വല്ലറി പോയിട്ട് സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വില കിട്ടുന്ന നല്ല മൊഞ്ചുള്ള നല്ല പാത്രങ്ങളിൽ കവർ ചെയ്തിട്ട് അത്. സ്ത്രീ, ഇസ്ലാം സ്ത്രീയെ കാണുന്നത് മൂല്യമുള്ള വസ്തുവായിട്ട്. അതുകൊണ്ട് തന്നെ അവൾ മറക്കപ്പെടും. അതുകൊണ്ട് തന്നെ അവൾ റോട്ടിലിട്ട് അവളുടെ നഗ്നമായ മേനിയെ
റോട്ടിലിട്ട് മുഴുവൻ കാമക്കണ്ണുകൾക്കും വ്യഭിചരിക്കുവാനുള്ള വസ്തുവകയായി നടു റോട്ടിലൂടെ അവൾ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് ഇസ്ലാം എതിരാ. എന്തുകൊണ്ട് എതിരാ? അത് മൂല്യമുള്ളതാണ്, അത് വിലയേറിയതാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അത് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പൈശാചിക ബാധ ബാധിച്ച ചില ആളുകൾ സമൂഹത്തിലുണ്ട്. അവരാണ് ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എന്താപ്പോ ഒരാൾ വന്ന് പെണ്ണിനൊന്ന് കൈയ്യെടുത്ത, കുട്ടികളൊക്കെ ഒന്ന് കൂടി ഒന്നിച്ച് കളിച്ച എന്താപ്പോ പ്രശ്നം എന്ന് ചോദിക്കുന്നവർ ഇത്തരത്തിലുള്ള വൾഗേഡ് ചിന്തയുടെ പൈശാചിക ബാധയേറ്റ മനസ്സുകളുടെ ചിന്തയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ ഇടകലരരുത്, അവർ അന്യ പുരുഷന് കൈ കൊടുക്കരുത്, അവൾ അന്യ പുരുഷന്മാരുടെ കൂടെ യാത്ര ചെയ്യരുത്, അവൾ ഹിജാബ് ധരിച്ചുകൊണ്ടായിരിക്കണം അവൾ പുറത്തേക്ക് ഇറങ്ങിയത് തുടങ്ങിയ നിയമങ്ങൾ അവൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. എന്റെ ഭാര്യയെ, എന്റെ മകളെ, എന്റെ സഹോദരിയെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ? അങ്ങനെ കൊണ്ടു നടക്കാം. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംരക്ഷിക്കപ്പെടേണ്ടതില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ലാ ഇക്റാഹ ഫിദ്ദീൻ, അല്ലാഹുവിന്റെ ദീനിൽ ഒരു നിർബന്ധമില്ല, ഈ മതത്തിൽ ഒരു നിർബന്ധമില്ല. പക്ഷെ ഉണ്ടാവേണ്ട ഒരു സാധനമുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നാണം ഉണ്ടാവണം, ലജ്ജയുണ്ടാവണം. തിന്മ ചെയ്യുമ്പോ ഞാൻ ഈ ചെയ്യുന്നത് തിന്മയാണെന്നുള്ള ഒരു നാണക്കേട്. ഏത് തിന്മ? ഖുർആനും ഹദീസും പഠിപ്പിച്ച സർവ്വ തിന്മകളും. താടി ഇങ്ങനെ ഷേവ് ചെയ്തിട്ട് അങ്ങാടിക്ക് ഇറങ്ങുമ്പോ ഒരു തിന്മയാണത്, ഹറാമാണത്. അതൊന്നും തോന്നുന്നില്ല, ഒരു നാണക്കേട് തോന്നുന്നില്ല. അത് ഈമാന്റെ പ്രശ്നമാണ്, അത് ഈമാനിൽ യഖീനില്ലായ്മയുടെ പ്രശ്നമാണ്. അതാണ് നമ്മൾ ആയത്തിനെ കുറിച്ച് വിശദീകരിച്ചപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവണമെങ്കിൽ യഖീൻ ഉണ്ടാവണം. വേറെയും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാൻ ബാക്കി നിൽക്കുന്നുണ്ട് അതിന്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ട്. ഒന്ന് പേര് മാത്രം പറയാം. ഒന്ന് ഖബൂല, സ്വീകരിക്കല. ഇസ്ലാമിലെ നിയമങ്ങൾ സ്വീകരിക്കാതിരിക്കുക. നിയമമൊക്കെ അവിടെ ഉണ്ട്, കേട്ടിട്ടുണ്ട്, എല്ലാ ആഴ്ചയും കേൾക്കുന്നുണ്ട്, കേട്ടതിന്റെ പുറമെ കേട്ടും കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തിന്മ ചെയ്യാൻ ഓരോ നാണമാനുല്ലേ തോന്നിയതുപോലെ ജീവിച്ചു എന്ന് പണ്ട് പ്രവാചകന്മാര് പറഞ്ഞ വാചകമാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീയുടെ സുരക്ഷ അത് ഇസ്ലാമിന്റെ തണലിൽ മാത്രമാണെന്ന തിരിച്ചറിവ് വിശ്വാസി ലോകത്തിനുണ്ടായിരിക്കണം. അത് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ സാമൂഹിക അന്തരീക്ഷത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മക്കളെ, നമ്മുടെ ഭാര്യമാരെ നാം ചെലവിന് കൊടുത്ത് വളർത്തുന്ന ആളുകളെ സുരക്ഷിതമായി നിലനിർത്താനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിച്ച് ആ പഠിച്ചത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന നല്ല ആളുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾ, കുറെ ആളുകൾ, 2-3 ആളുകൾ തങ്ങളുടെ കുടുംബാംഗങ്ങൾ രോഗികളായ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നമ്മുടെ വാപ്പമാര്, ഉമ്മമാര്, ജ്യേഷ്ഠാനുജ സഹോദരന്മാര്, ഭാര്യ ഭർത്താക്കന്മാര്, മക്കളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇസ്സത്തോടുകൂടി, പ്രതാപത്തോടുകൂടി ഈ ഭൂമിയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين وأذل النفاق والمنافقين وأذل الظلم والظالمين وأذل البدعة والمبتدعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.